ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. യെസ്, നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് എന്ത്, നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെഹന നഹി ആത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത. ഓക്കെ, അപ്പൊ കവിത ആയതുകൊണ്ട് തന്നെ ഏതായിരിക്കും ക്വസ്റ്റ്യൻ, എന്തായിരിക്കും ഇതെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6 മാർക്കിനുള്ള ആസ്വാദന ടിപ്പണിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 6 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് അല്ലേ. അപ്പൊ ഈ ഒരു ആസ്വാദന ടിപ്പണി ആയിരിക്കാം എന്ത് നമുക്ക് ഈ ഒരു എക്സാമിന് വരാൻ പോകുന്നത്. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ നമുക്കത് നോക്കാലോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, കവിയെക്കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. കവിതയും കവിതയുടെ എഴുതിയ ആളെ കുറിച്ചൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ആസ്വാദന ടിപ്പണിയിലേക്ക് കടക്കാൻ. ഓക്കെ, ഹിന്ദി के समकालीन कवियों में പവൻ കരൺ का महत्वपूर्ण स्थान है അല്ലേ. സമകാലീൻ ഹിന്ദിയിൽ എന്താണ്? യെസ്, ഇദ്ദേഹത്തിന്റെ അതായത് നമ്മുടെ കവിയായിട്ടുള്ള പവൻ കരന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള സ്ഥാനമാണ്. ഭാരതീയ സമാജ് के संबंधित हर विषय पर उन्होंने कविता लिखी है. ഭാരതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പ്രസ്തുത കവിത നമ്മുടെ ഈ ഒരു കവിതയായിട്ടുള്ള കെഹന നഹി ആത്ത में ഈ ഒരു കവിതയിൽ ആധുനിക ഭാരത് के शोषित पीड़ित एवं उपेक्षित लोगों का स्वर है. ഈ ഒരു കവിതയിൽ എന്താണ്, നമ്മുടെ കഹന നഹി ആത്ത എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിൽ നമ്മുടെ സമൂഹത്തില് ഈ ചൂഷണങ്ങൾക്ക് അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ സ്വരമായിട്ട്, അതായത് അവൾക്ക് പറയാനുള്ളത്, അവരോട് പറയാനുള്ളതൊക്കെയാണ് എന്താ ഈ ഒരു കവിതയിൽ നമ്മളെടുത്ത് പറയുന്നത്. शोषित लोगों को समाज के शक्तिशाली वर्ग कुछ कहने का अवसर नहीं देता. ഈ ചൂഷണത്തിനിരയാവുന്ന ആളുകൾക്ക്, അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക്, ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറില്ല, അവർക്ക് പറയാനുള്ളത്, അതായത് അവരെ സംസാരിക്കാൻ എന്ത് ചെയ്യാറില്ല, അനുവദിക്കാറില്ല. समाज के साधारण स्तर के लोगों से शक्तिशाली वर्ग कह रहे हैं तुम्हें कहना नहीं आता. അതായത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകളോട് ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് എന്താ, നിങ്ങൾക്കൊന്നും പറയാൻ അറിയില്ല, നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. ഫിർ തും ക്യോ ചലേ ആയേ ഹോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. പെഹ്ലെ തും ബാത് കർനാ സീഖോ, ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സംസാരിക്കാൻ പഠിക്കണം. ഓർ ജോ നഹി കഹനാ ഹേ വോ ബി സീഖോ, എന്താണ് പറയാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ കിസ്കെ ആഗെ മുഹ് ഗോൽനാ ഹേ ഓർ കിസ്കെ സാമനെ ചുപ് രഹ്നാ ഹേ വഹ് ബി സീഖോ, നിങ്ങൾ അത് സംസാരിക്കാൻ പഠിക്കും. എന്താണ് സംസാരിക്കേണ്ടാത്തത്, അതായത് എന്താണ് സംസാരിക്കാൻ പാടില്ലാത്തത് അതും നിങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ, ആരുടെ മുന്നിലാണ് നിങ്ങൾ വായ തുറക്കേണ്ടത്, ആരുടെ മുന്നിലാണ് നിങ്ങൾ മൗനം പാലിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്ക്. കവി വ്യക്ത കർത്തേ ഹേ पीड़ित वर्गों के बोलने का अवसर शक्तिशाली वर्ग दब दिया जाता है. വളരെ വ്യക്തമായിട്ട് കവി പറയുന്നുണ്ട് എന്താ, യെസ്, ഈ അധികാര വർഗത്തിലല്ലേ, ഈ അധികാരികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഭാരതീയ സമാജ് കാ സബ്സെ ബഡാ അഭിശാപ് യഹി ഹേ, അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഈ ഭാരതത്തിലുള്ള വളരെ, അതായത് നമ്മുടെ ഒരു ശാപം എന്ന് പറയുന്നത്, വളരെ ദുരന്തം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കാര്യം തന്നെയാണ്. यहाँ कवि अपने सशक्त लेखनी द्वारा समाज के शोषित एवं पीड़ित लोगों के प्रति अपनी सहानुभूति दिखा रहा है. ഇവിടെ പറയുന്നുണ്ട് സശക്ത ലേഖന, അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ, തൂലികയിലൂടെ അദ്ദേഹം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാ, ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന, ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളോടുള്ള സഹാനുഭൂതി അദ്ദേഹം നമുക്കതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ജിൻകോ കഹനെ കോ ബഹുത് കുച്ച് ഹേ, ആർക്കാണോ ഒരുപാട് സംസാരിക്കാനുള്ളത്, ആർക്കാണോ ഒരുപാട് പറയാനുള്ളത്, മഗർ ഉൻകോ കഹനെ കാ അവസർ നഹി മിൽത്ത, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, എന്ത് കിട്ടുന്നില്ല, സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. ജറൂർ ഹി ഇസെ ബദൽനാ ചാഹിയേ, എന്താണ്, ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഇതിന് മാറ്റം വരണം. കവിതയ്ക്ക് സബ്സെ ബഡി ഖൂബി യഹ് ഹേ, ഈ ഒരു കവിതയിലെ വളരെ, അതായത് കവിതയില് അല്ലെങ്കിൽ കവിതയിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അത്യന്ത സരൾ ശബ്ദവും ദ്വാര, വളരെ മനോഹരമായിട്ടുള്ള വരികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആജ് കെ ഗൂംഗെ സമാജ്, ഗൂംഗെ സമാജ് എന്ന് എന്താ, മൗനം പാലിക്കുന്നത്, അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്, പക്ഷെ മൗനം പാലിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അത്തരത്തില് മൗനം പാലിച്ച് നിൽക്കുന്ന ആളുകൾ
ആളുകളോട് ഏക തീക്ക പ്രഹാർ കവിനെ ഇസ് കവിത ദ്വാര കിയാ ഹെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സംസാരിക്കാൻ ഒരുപാട് ഉണ്ടായിട്ടും ഒന്നും മിണ്ടായി നിൽക്കുന്ന ആളുകളോടുള്ള ആ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടല്ലോ, അതായത് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾ ചോദിക്കുക തന്നെ വേണം എന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ആ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും അവർ സംസാരിക്കണം എന്നും വളരെ മനോഹരമായിട്ട് ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആസ്വാദൻ ടിപ്പണിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക, ഈ ഒരു എക്സാമിന് നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് ഇനിയും വരും. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യെസ്, അപ്പൊ ഇതുപോലത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് കാണാം.